ഒരുപാട് കാലമായി ഇറാനും ഇസ്രായേലും തമ്മിൽ പോര് തുടങ്ങിയിട്ട്, പക്ഷേ ഒറ്റത്തവണയെ ഏറ്റുമുട്ടിയിട്ടുള്ളൂ. അത് 2025 ജൂൺ മാസം 25-ാം തീയതിയോടുകൂടെ അതിൻ്റെ തീരുമാനമാവുകയും ചെയ്തിട്ടുണ്ട്. കേവലം 12 ദിവസം കൊണ്ട് ഏറെക്കുറെ ആരാണ് വലുത് ആരാണ് ചെറുത് എന്ന് മനസ്സിലാക്കാൻ ലോകത്തിന് സാധിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതാ പുതിയ ഒരു ആശീർവാദത്തോടു കൂടി വീണ്ടും ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണ്. ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആദ്യമായിട്ട് ഇറാൻ്റെ പൗരന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇമോഷണൽ ആകരുത്. തൻ്റെ രാജ്യം അപകടത്തിൽപ്പെടുത്തുന്ന ഏത് ദുശക്തിയെയും പരാജയപ്പെടുത്താൻ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണമെന്ന് ആയത്തുള്ള ഖാംനൈ പറയുന്ന ഒരു രംഗം ഇവിടെ ഉണ്ടായി. അതോടൊപ്പം തന്നെ ആ പറഞ്ഞ ഉടനെ ഈ അവരുടെ അഥവാ ഇറാൻ്റെ പൗരന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉള്ള ഒരു ടെലഗ്രാം ചാനലിൻ്റെ കമൻറ്റ് സെക്ഷൻ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് വളരെ മൈന്യൂട്ടഡ് ആയിട്ടുള്ളത് മുതൽ വളരെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിഷയങ്ങൾ വരെ ഇറാൻ ഇപ്പോൾ കാര്യമായ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാര്യങ്ങളൊക്കെ ഇടപെട്ട് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ്. ഏതോ പാതിരാത്രിക്ക് എന്തോ സംഭവിക്കാൻ ഇടയുണ്ട് എന്നുള്ളത് നമ്മളിങ്ങനെ കാണുകയാണ്. കാരണം അത്രമേൽ രണ്ട് രാജ്യങ്ങളും ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഛേദവികാരങ്ങളും ഇസ്രായേലിന് അമേരിക്ക നൽകുകയും ചെയ്തു കഴിഞ്ഞു. ഇനി ജയവും പരാജയവും നിർണ്ണയിക്കപ്പെടുന്ന ദിവസമാണ്. ആര് ജയിക്കും ആര് തോക്കും, ഏത് രാജ്യമാണ് അമ്പെ പരാജയപ്പെടുക. ലോകത്തൊരു ഗെയിമിൻ്റെ സിറ്റുവേഷനിലേക്കാണ് രാജ്യത്തിൻ്റെ എല്ലാ കമൻറ്റുകളും വായിച്ചെടുക്കുന്നത്. ലോകത്ത് സ്വന്തമായി ഈ സ്വസ്ഥതയെ ആഗ്രഹിക്കാത്ത എല്ലാവരും ഇത് പെടുന്നതിന് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു സെക്ഷൻ കൂടി കൊടുത്തിട്ടുണ്ടാകുക. ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് ഏറെ സാധ്യത കൂടി വരുന്നു. നിലവിൽ ഏറ്റവും വലിയ ഇറാനിയൻ ടെലഗ്രാം ചാനലുകൾ അവരുടെ കമൻറ്റ് സെക്ഷനുകൾ അടച്ചു കഴിഞ്ഞു. സാധാരണയായി സർക്കാരിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഇത് ചെയ്യാറുള്ളത്. ഇറാനെതിരെയുള്ള ഏതൊരു ആക്രമണത്തിനും കഠിനമായ പ്രതികരണം നേരിടേണ്ടി വരുമെന്ന് പ്രസ്താവിച്ചുകൊണ്ട് പ്രസിഡന്റ് പെഷസ്കിയാനും പാർലമെൻറ്റ് സ്പീക്കർ കാലിബാഫും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ പ്രസ്താവന പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു പത്രക്കട്ടിങ്ങാണ്, കാണുന്നുണ്ടോയെന്നറിയില്ല നിങ്ങൾ. ഇതെന്തിനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ മീഡിയകളിലും എല്ലാ ചാനലുകളിലും എല്ലാ വീഡിയോസിലും പറയുന്നത് കളവ് പറയുക എന്ന് പറയുന്നത് നമുക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. നമുക്ക് ശരിയാവില്ല. അപ്പോൾ അത്യാവശ്യം തിരക്കേടില്ല, പറയാൻ പറ്റുന്ന വാർത്തയാണെന്ന് തോന്നുമ്പം പറയുക മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ ലോകത്ത് ഇനി വലിയൊരു ദുരന്തം വരാനുണ്ട് എന്നതിൻ്റെ അലയൊലികളൊക്കെ ഏറെക്കുറെ 100% അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ലോകം എങ്ങോട്ട് പോകും. 2025 കഴിയാൻ 2 ദിവസം അല്ല, 1 ദിവസം. ഇന്ന് 30ആണ്, നാളെ 31ആണ്. 31-നാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ 2026-ൽ ബഹുഭൂരിപക്ഷം ആളുകളും വിചക്ഷരായിട്ടുള്ള ആളുകളും പറയുന്നതനുസരിച്ച് പറയുകയാണെങ്കിൽ ലോകത്ത് ഇന്ന് വരെ കാണാൻ പറ്റാത്ത കണ്ടിട്ടില്ലാത്ത വലിയ ഒരു യുദ്ധത്തിന് ആക്കം കൂടുകയും അത് അവസാനം അതിലേക്ക് ചെന്ന് കയറുകയും ചെയ്യുമെന്നുള്ളതാണ്. എന്താണെങ്കിലും അത് അസഹ്യമായിട്ടുള്ള ഒരു യുദ്ധമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് എവിടത്തേക്ക് എത്തും എന്നുള്ളത് ഊഹിച്ച് പറയാൻ പറ്റുന്നില്ലെങ്കിൽ പോലും എല്ലാ രണ്ട് രാജ്യത്തിനും, അഥവാ അമേരിക്കയ്ക്ക് നേരത്തെ അണവായുധങ്ങളുണ്ട്, ഇസ്രായേലിന് 80ഓളം വരുന്ന അണവായുധങ്ങളുണ്ട്. ഇനി ഇറാൻ്റെ കയ്യിൽ അണവായുധങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീർപ്പ് കൽപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഇസ്രായേലിൻ്റെ അണവായുധ പ്രയോഗം നടക്കുമെന്ന് ഏകദേശം ഉറപ്പായാൽ റഷ്യയുടെ പിന്തുണയോടുകൂടെ അണവായുധം ഇറാൻ പ്രയോഗിക്കാൻ മടിക്കില്ല എന്ന വാക്കുകളും വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ രാജ്യം അഥവാ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വളരെ സുന്ദരമായി മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടായാൽ മുന്നോട്ട് പോകണമെന്നും അവിടെ പ്രശ്നം ഉണ്ടായാൽ നമുക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അപകടമാണ്, വലിയ ദുരന്തത്തിലേക്ക് പോകും. കാരണം ഇന്ത്യയും ഇറാനൊക്കെ വളരെ നല്ല സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ഇനി നമ്മളുടെ കാഴ്ചപ്പാടുകൾ എന്താണെന്നുള്ളത് തിരുത്തി എഴുതാൻ പറ്റുന്ന പാകത്തിലായിരിക്കും 2026 വരിക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. കാരണം എല്ലാ അർത്ഥത്തിലും കാര്യങ്ങളൊക്കെ അങ്ങേ അറ്റം വരെ എത്തിയിട്ടുണ്ട്. ഇനിയൊരു ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ മതി, ബാക്കിയുള്ള ആളുകൾ അതിൻ്റെ പിന്നാലെ കൂടും. ഒരു വല്ലാത്തൊരു യുദ്ധസന്നാഹത്തിലേക്ക് ലോകം വഴിമാറി കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. വലിയ പ്രയാസമുള്ള ഒരു ലോകത്തേക്കായിരിക്കാം നമ്മളുടെ പോക്ക് എന്ന് ഈ വാർത്തകളൊക്കെ വെച്ച് പറയുമ്പോൾ നമുക്ക് തോന്നിപ്പോവുകയാണ്. നിങ്ങളുടെ കമൻറ്റുകൾ ഒരുപാട് വായിക്കാറുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ കാണുന്നത് വരാതിരിക്കട്ടെ എന്നത് തന്നെയാണ്. കാരണം ലോകത്ത് ഇനിയും നമ്മുടെ പിൽക്കാലത്തുള്ളവർക്കും ജീവിക്കാൻ ഒരു ഘട്ടം മറ്റൊരു ഭൂമിയില്ലല്ലോ. അപ്പോൾ ഇവിടെ തന്നെ ജീവിച്ച് മുന്നോട്ട് പോകണ്ടേ. വെട്ടിപ്പിടിക്കലുകളൊക്കെ ഉണ്ടാക്കിയ ആളുകൾ ഒക്കെയും ഇന്ന് ഈ ലോകത്തില്ല എന്ന വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.